Good morning, everyone. MHI 104 പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ എന്നുള്ള ഹിസ്റ്ററി കോഴ്സിന്റെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഇഗ്നുവിന്റെ കോഴ്സിന്റെ ഇഗ്നുവിന്റെ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ കോഴ്സിന്റെ സിലബസ് നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു കോഴ്സ് 7 ബ്ലോക്ക് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഓരോ പീരീഡ് വെച്ചിട്ടാണ് ഇതിനെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് 1 ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് ഏൻഷ്യന്റ് പീരീഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ കോഴ്സിന്റെ പേര് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ പോളിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഉടനീളം ഇന്ത്യയിലെ ഏൻഷ്യൻ പീരീഡ് തുടങ്ങി മോഡേൺ പീരീഡ് വരെയുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കൂടുതലായിട്ട്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്, എന്തൊക്കെ ആരൊക്കെ അവിടെ വന്നു പോയി, ആരൊക്കെ അവിടെ ഭരിച്ചിരുന്നു, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ സംസാരിക്കും. അപ്പൊ ഒന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞു ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻസ് സംസാരിക്കുന്നു, അത് ഏൻഷ്യൻ പീരീഡിനെ കുറിച്ച് സംസാരിക്കുന്നു. രണ്ടാമത്തെ ബ്ലോക്കിൽ സ്റ്റേറ്റ് ഇൻ ഏർലി മിഡീവൽ ഇന്ത്യ, ഏർലി മിഡീവൽ കാലഘട്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ബ്ലോക്ക് 3 സ്റ്റേറ്റ് ഇൻ മിഡീവൽ ടൈംസ്, മിഡീവൽ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സ്റ്റേറ്റ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ബ്ലോക്ക് 4 കൊളനൈസേഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇനി ബ്ലോക്ക് 5 and 6 അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. കുറച്ചും കൂടിയും ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു ഓവർവ്യൂ ആണ്. ബ്ലോക്ക് 7 വീണ്ടും കൊളനൈസേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ബ്ലോക്കുകളും പല പല യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റുകളും എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്നൊരു ഓവർവ്യൂ പോലെ ഒന്ന് പോയി നോക്കാം. അപ്പൊ അതാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം. അപ്പോ യൂണിറ്റ് 1 പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റ് എന്നുള്ള ഒരു സങ്കല്പം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഉണ്ടായത്, ആ സമയത്ത് എങ്ങനെയായിരുന്നു ആൾക്കാർ ഭരിച്ചെന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അത് തുടങ്ങി സ്റ്റേറ്റ് വരെ ഉള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ അതിൽ ഏർലി വേദിക് കോണ്ടെക്സ്റ്റിൽ പറയുന്നു, ലേറ്റർ വേദിക് കോണ്ടെക്സ്റ്റിൽ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുന്നു, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യനെ കുറിച്ചിട്ടും സംസാരിക്കുന്നുണ്ട്. സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തമിഴകത്തിലെ ചീഫ്ഡംസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് സ്റ്റേറ്റിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഈ ഒരു യൂണിറ്റ് കവർ ചെയ്ത് പോകും. ഇനി രണ്ടാമത്തെ യൂണിറ്റില് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ടു എംപയർ എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ് വന്നിട്ട് പിന്നെ ടെറിട്ടറീസ് ആയിട്ടാണ്. അപ്പൊ ഗണസംഘാസ്, മൊണാർക്കീസ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സ്റ്റേറ്റുകളാണ്. അതെങ്ങനെയാണ് എംപയർ ആയിട്ട് മാറിയത്. അപ്പൊ അങ്ങനെ മൗര്യൻ എംപയറിലേക്ക് അത് മാറി വരും. അപ്പൊ അതില് മൗര്യൻ എംപയർ വരെയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത്. മൂന്നാമത്തെ യൂണിറ്റില് പൊളിറ്റിക്സ് ഫ്രം 2nd century BC to 3rd century AD. കുറച്ച് വലിയ കാലയളവാണ്. 2nd century BC തുടങ്ങി 3rd century AD വരെ കുറച്ച് വലിയ കാലയളവ്. അപ്പോ ആരൊക്കെ വന്നു പോകുന്നു, അതിന്റെ ഇടയിൽ മൗര്യാസ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ എംപയേഴ്സ് ആരൊക്കെയാണ് സ്ഥാപിക്കുന്നത്, ഇന്തോ ഗ്രീക്സ് ഉണ്ട്, ഷക്കാസ്, പാർത്തിയൻസ്, കുഷാനാസ്, ശതവാഹനാസ് തുടങ്ങി പല പല ആളുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളൊരു ഡീൽ ചെയ്ത് പോകും. ഇനി യൂണിറ്റ് 4 പൊളിറ്റിക്സ് ഫ്രം 3rd century AD to 6th century AD. ഗുപ്ത പീരീഡ് ആണ് കൂടുതലായിട്ടും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൂടുതലായി ഡീൽ ചെയ്യുന്നത്. അത് ഗുപ്ത പീരീഡ് നോർത്ത് ഇന്ത്യനെ കുറിച്ചും ഡീൽ ചെയ്യുന്നു. പിന്നെ നമ്മളൊരു പെനൻസുലാർ ഇന്ത്യനെ കുറിച്ചിട്ടും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്ത് വരും. ഇനി അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏർലി മിഡീവൽ പോളിറ്റിക്സ് ഇൻ നോർത്ത് ഇന്ത്യ 7th to 12th century കാലഘട്ടം. അപ്പൊ ഏർലി മിഡീവൽ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ അന്നത്തെ മേജർ പൊളിറ്റിക്കൽ പവേഴ്സ് ആരൊക്കെയായിരുന്നു, അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂട്ടാസ്, ഇവരൊക്കെ കുറച്ചും അത്രയും വലിയ വലിയ എംപയറുകളല്ല, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു പിന്നീടുള്ള എല്ലാ സ്റ്റേറ്റ് ഫോർമേഷൻസിലേക്കും എല്ലാത്തിലേക്കും വളരെ നിർണായകമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള കുറെ ചെറിയ 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 പോളിറ്റീസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഏർലി മിഡീവൽ പീരീഡിൽ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഏർലി മിഡീവൽ പോളിറ്റി എങ്ങനെയാണ്, രജ്പുത്സ് എങ്ങനെയാണ്, പാലാസിനെ കുറിച്ചിട്ട് അവരുടെ പൊളിറ്റിനെ കുറിച്ചിട്ട് ഒക്കെ സംസാരിക്കുന്നു. പിന്നെ ആറാമത്തെ യൂണിറ്റിൽ വരുമ്പോൾ പെനിൻസുലാർ ഇന്ത്യയിലേക്ക്, ഏർലി മിഡീവൽ കാലഘട്ടം തന്നെ പെനിൻസുലാർ ഇന്ത്യയിലേക്ക് വരുന്നു. പക്ഷെ കാലഘട്ടം വ്യത്യാസം വരും. കാരണം ഹിസ്റ്ററിയിൽ പീരിയോഡൈസേഷൻ എന്ന് പറയുന്നത് റീജിയൺ അനുസരിച്ചിട്ട്, സ്ഥലം അനുസരിച്ചിട്ട് എപ്പോഴും വ്യത്യാസം വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ഒരു
ഉദാഹരണം പറയുകയാണെങ്കിൽ യൂറോപ്പിലെ പീരിയഡൈസേഷനും ഇന്ത്യയിലെ പീരിയഡൈസേഷനും വളരെ വ്യത്യാസമാണ്. യൂറോപ്പിലെ മിഡീവൽ പീരീഡ് എന്ന് പറയുന്ന കാലഘട്ടം ഇന്ത്യയിലെ മിഡീവൽ പീരീഡ് എന്ന് പറയുന്ന കാലഘട്ടം വ്യത്യാസമാണ്. മോഡേൺ പീരീഡിന്റെ കാര്യത്തിലും വ്യത്യാസം. അപ്പൊ അങ്ങനെ ഇന്ത്യയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഏർലി മിഡീവൽ പോളിറ്റി 7th to 12th സെഞ്ചുറി AD പറയുന്നു. സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പെനൻസുലാർ ഇന്ത്യയിൽ നമ്മൾ 6th to 8th സെഞ്ചുറി AD കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്. ഈ ഒരു യൂണിറ്റിൽ 6ാമത്തെ യൂണിറ്റിൽ. ഇനി 7ാമത്തെ യൂണിറ്റിൽ 8th തുടങ്ങി 12th സെഞ്ചുറി AD ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ കണ്ടറിയാം. ഓക്കെ, ഇനി യൂണിറ്റ് 8ലേക്ക് വരുമ്പോൾ നമ്മൾ മിഡീവലിലേക്ക് മെല്ലെ മെല്ലെ കടന്നു തുടങ്ങി. ഏർലി മിഡീവൽ തന്നെയാണ്, എന്നാലും മിഡീവലിലേക്ക് കടന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ സ്റ്റേറ്റ് ഉണ്ട് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹി അതൊരു വലിയൊരു എംപയർ ആയിരുന്നു. പിന്നീട് വളരെ വളർച്ച പ്രാപിച്ച വളരെ ശക്തമായിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു. അപ്പൊ അതിന്റെ പൊളിറ്റി എങ്ങനെ. പിന്നെ യൂണിറ്റ് 9 പറയുന്നത് വിജയനഗര, ബഹമാനി, പിന്നെ അതർ കിങ്ഡംസ്. അത് നമ്മൾ പെനിൻസുലാർ ഇന്ത്യയിലേക്ക് വീണ്ടും വരുന്നു. വീണ്ടും വന്നിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ മിഡീവൽ പീരീഡ് തന്നെയാണ്. ഈ കാലഘട്ടത്തില് നമ്മുടെ വിജയനഗര എംപയർ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ബഹുമാനി കിങ്ഡം എങ്ങനെയായിരുന്നു. ഈ ഒരു ഇതിൽ തന്നെ ബംഗാളിലും മാൽവ കിങ്ഡത്തിനെ കുറിച്ചും സംസാരിക്കുന്നു. പിന്നെ യൂണിറ്റ് 10 വരുമ്പോൾ മുഗൾ സ്റ്റേറ്റിലേക്ക് വരുന്നു. മുഗൾ ഒരുവിധം എല്ലാവർക്കും നല്ലോണം അറിയണതായിരിക്കും. അപ്പോ മുഗൾ കാലഘട്ടത്തില് എങ്ങനെയായിരുന്നു ഒരു പൊളിറ്റി എന്ന് പറയുന്നു. ഒരു അത് പല പല തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞ് വരാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 18th സെഞ്ചുറിയിലേക്ക് സക്സസർ സ്റ്റേറ്റ് മുഗൾ കാലഘട്ടം കഴിഞ്ഞ് ആരൊക്കെയാണ് വരുന്നത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കിങ്ഡംസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ യൂണിറ്റ് 12 വരുന്നത് 18th സെഞ്ചുറിയിലുള്ള പോളിറ്റീസ്. അപ്പോൾ 18th സെഞ്ചുറിയിലുള്ള പോളിറ്റീസ് ഇങ്ങനെയൊക്കെയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്, പല പല ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോ അത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പൊളിറ്റീസിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ പിന്നീടുള്ള യൂണിറ്റുകൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ യൂണിറ്റ് 13 കൊളോണിയൽ പവേഴ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഈ 3 പേരെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കും. ഇനി യൂണിറ്റ് 4 നമ്മൾ ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കുന്നത്. കാരണം നമുക്ക് എന്തായാലും അറിയാം, കാരണം അവരാണ് കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത്. ഇനി യൂണിറ്റ് 15 നമ്മൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നു, അതേ സമയം തന്നെ ഇവിടെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, അവിടെ ഭരണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു പോളിറ്റി, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ഈ ഒരു യൂണിറ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 16 വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഇൻ നോർത്ത് ഇന്ത്യ. ഈ യൂണിറ്റുകൾ ഇവിടെ തുടങ്ങിയ യൂണിറ്റുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത്രയും നാള് പഠിച്ച കാര്യങ്ങളൊന്നും ഒന്ന് ഓർഡർ ആക്കിയിട്ട് പറയാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പറയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വേദിക് ടൈംസ് തുടങ്ങി ഓരോരോ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ മാത്രം വരുന്നത്, അതിനെ കുറിച്ചിട്ടാണ് പിന്നീടുള്ള യൂണിറ്റുകൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 17 ലോ എങ്ങനെയാണ്, ലോ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷനിൽ. പിന്നെ 18ാമത്തെ യൂണിറ്റിലും പെനിൻസുലാർ ഇന്ത്യയിൽ നമ്മൾ ആദ്യം നോർത്ത് ഇന്ത്യ കൊണ്ടും പിന്നെ പെനിൻസുലാർ ഇന്ത്യയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. യൂണിറ്റ് 19 വീണ്ടും നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് വരുന്നു. ഡൽഹി സുൽത്താനേറ്റിന് നമ്മൾ വിശദമായിട്ട് നമ്മൾ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് ഒക്കെ എങ്ങനെയാണ്, അതിന്റെ ഓരോ കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 19. യൂണിറ്റ് 20 വീണ്ടും നമ്മൾ വിജയനഗര കിങ്ഡം, ബഹുമാനി കിങ്ഡം, ഇതൊക്കെ നമ്മൾ വീണ്ടും ഡീൽ ചെയ്യാണ്. അവിടുത്തെ ഓരോരോ സ്ട്രക്ചേഴ്സ് വളരെ ആക്യുറേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ മുഗൾ എംപയർ വീണ്ടും നമ്മൾ പറഞ്ഞു ഓരോരോ സിസ്റ്റം, മൻസബ്ദാരി സിസ്റ്റം, ജാഗിർദാരി സിസ്റ്റം തുടങ്ങിയുള്ള ഓരോരോ സിസ്റ്റങ്ങളെ കുറിച്ചിട്ട്, അവരുടെ നൊബിലിറ്റിനെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പിന്നീടുള്ള യൂണിറ്റുകളിൽ 18th സെഞ്ചുറി സക്സസർ സ്റ്റേറ്റുകളിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻസ് തുടങ്ങി. പിന്നെ യൂണിറ്റ് 23 ഐഡിയോളജീസ് ഓഫ് ദ രാജ്, അതായത് ബ്രിട്ടീഷ് രാജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ വരുമ്പോ എന്തൊക്കെയാണ് അവരുടെ ഒരു ഐഡിയോളജീസ് ആയിട്ട് അവർ കൊണ്ടുവരണത്, അവരെന്തൊക്കെയാണ് ഇവിടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുറച്ച് തിയററ്റിക്കൽ ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ യൂണിറ്റ് 24 എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് കുറിച്ചിട്ട് അങ്ങനെ ഒരു യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി നമ്മൾ വരുന്നു, നമ്മളൊരു സിവിൽ സർവീസ് എന്നൊരു സംഭവം ഒക്കെ മോഡേൺ ഐഡിയാസ് ആണ്, ഒക്കെ ബ്രിട്ടീഷുകാര് വരുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഐഡിയാസ് ആണ്. ഓക്കെ, പിന്നെ ജുഡീഷ്യറിനെ ഓർഗനൈസ് ചെയ്യുന്നു, റെയിൽവേ വരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ഇനി 25 റീസോഴ്സസിനെ കുറിച്ചിട്ട് സംസാരിക്കും. റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടുന്നാണ് നമുക്ക് ഇതൊക്കെ ഈ ഒരു സ്റ്റേറ്റ് റൺ ചെയ്യണമെങ്കിൽ, സ്റ്റേറ്റ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇക്കണോമി, പൈസ വേണം സ്വാഭാവികമായിട്ട്. അപ്പൊ ഈ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്, റവന്യൂ എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, ഈ ഒരു ട്രേഡ് ഫിനാൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 26 എക്സ്റ്റെന്റ് ഓഫ് കൊളോണിയൽ ഇന്റർവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി. നമ്മൾ കൊളോണിയൽ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് പറയുന്നത്. കാരണം ഓരോരോ കാര്യങ്ങളും എന്തൊക്കെയാണ്, ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. യൂണിറ്റ് 27 എൻഡ് ഓഫ് കൊളോണിയൽ സ്റ്റേറ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റി. കൊളോണിയൽ സ്റ്റേറ്റ് അവസാനിക്കുന്നു, നമ്മൾക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു, അതിനുശേഷം ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ സ്ഥാപിക്കും. അപ്പോ ആ ഒരു മാറ്റം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ ഒരു മാറ്റത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. അപ്പൊ അതോടുകൂടി നമ്മളുടെ ഈ ഒരു കോഴ്സ് അവസാനിക്കുകയാണ്. അപ്പൊ ബേസിക്കലി തുടക്കം തുടങ്ങി നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു പൊളിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് അത്രയ്ക്കാണ്. അവിടം വരെയാണല്ലോ പ്രധാനമായിട്ടും ഒരു റെലവൻസ് വരുന്നത് പൊളിറ്റിയുടെ. കാരണം പല പല കൈകളിലൂടെ കൈമാറി 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 അവസാനം ഇന്ത്യ ഒരു ജനാധിപത്യം രാഷ്ട്രമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ ഒരു കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതിനുള്ള എന്തൊക്കെ മൂല്യങ്ങളാണ് ഇന്ത്യ ഒരു രാഷ്ട്രമായിട്ട് വരുമ്പോൾ ഉൾക്കൊള്ളുന്നത്, അപ്പൊ അതിന്റെ ഒക്കെ ഒരു ചരിത്രം എന്തായിരുന്നു, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫുൾ സിലബസിൽ ഡീൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ട് നമ്മൾ ഓരോരോ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ നമ്മൾ നോക്കും, വായിക്കും, പരിശോധിക്കും, പഠിക്കും. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങള് എല്ലാവർക്കും ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു ഐഡിയ ഈ ഒരു സിലബസിനെ കുറിച്ചിട്ട് മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ സെഷൻ കേട്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ്. താങ്ക് യു.